വളരെ നാളുകൾക്ക് ശേഷമാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി മുഖാമുഖം ഇരുന്നൊന്ന് സംസാരിക്കുന്നത്. ഇന്നലെ വലിയ തിരക്കുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് വിളിച്ചപ്പോൾ ഇരിക്കാമെന്ന് പറഞ്ഞു, സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അതിലൊക്കെ ഒരുപാട് സൈബർ ആക്രമണങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി UDFിലും കോൺഗ്രസിലും അതുപോലെ പൊതുജന മധ്യത്തിലും ഒക്കെ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ തട്ടകമായ കൊട്ടാരക്കരയിൽ മുൻ MLA ആയ 3 പ്രാവശ്യം ജയിച്ച, വൻഭൂരിപക്ഷത്തോടെ ജയിച്ച, കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ വൻഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച മുൻ MLA ഐഷ പോറ്റി വരെ കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് MPയാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മാവേലിക്കര MPയുമായ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നാട്ടിലുള്ള, പ്രത്യേകിച്ച് മാവേലിക്കരയിലുള്ള മാത്രമല്ല കേരള സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു MPയാണ്, ഒരു നേതാവാണ്. അപ്പം അങ്ങേ വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേരളം മുഴുവൻ കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്യുകയും വലിയ രീതിയിൽ സൈബർ ആക്രമണവും നടക്കുന്ന ഒരു സംഭവമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് 3 പ്രാവശ്യം കൊട്ടാരക്കരയിൽ, അങ്ങയുടെ തട്ടകമായ കൊട്ടാരക്കരയിൽ ജയിച്ച് വൻഭൂരിപക്ഷത്തോടുകൂടി, ആർക്കും ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ഐഷ പോറ്റി മുൻ MLA, അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു വിസ്മയം ഉണ്ടെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിസ്മയം, അത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് അങ്ങാണ് അല്ലേ? ഞാൻ മാത്രമല്ല, ഞാനും അതിൽ പങ്കാളിയായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ശ്രീമതി ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിൽ വഹിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഐഷ പോറ്റി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA മാത്രമായിരുന്നില്ല. ശ്രീമാൻ R. ബാലകൃഷ്ണപിള്ള എന്ന കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നേതാവിനെ തോൽപ്പിച്ച് MLA ആയതാണ്. അപ്പം അവരെ പോലെയുള്ളവരെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലെ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാവും ഇല്ലേ? തീർച്ചയായിട്ടും. ഐഷ പോറ്റി എന്ന് പറയുമ്പോൾ അവരുടെ MLA നിലയിലും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലുള്ള അവരുടെ പ്രവർത്തന ശൈലി സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും താല്പര്യമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനശൈലി. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു മാടമ്പിശൈൽ രാഷ്ട്രീയമാണ് കൊട്ടാരക്കരയിൽ പ്രത്യേകം ഇവിടുത്തെ ആളുകൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു MLA വന്നപ്പോൾ, അതിനു മുമ്പ് വരെ MLA-മാരായിരുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി അവർ സ്വീകരിച്ചപ്പോൾ ജനങ്ങൾ അവരെ വലിയ തോതിൽ സ്വീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവർക്കുള്ള ഏറ്റവും വലിയ സ്വീകാര്യത അവർക്ക് ലഭിച്ചത്. അതാണ് അതിൻ്റെ കാരണം. മാത്രമല്ല, അവരെ ജയിക്കുന്നത്, ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 2006-ലാണ്. 2006-ലാണ് അവർ നിയമസഭ. അതിനു മുമ്പ് 2004-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഞാനാണ് മത്സരിച്ചത്. ഇവിടെ എനിക്ക് അടൂർ പാർലമെന്റ്. അന്ന് ശ്രീമാൻ R. ബാലകൃഷ്ണപിള്ള UDF മന്ത്രിസഭയിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ കാരണങ്ങളിൽ എന്നോട് നീരസം ഉണ്ടാകുകയും
മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം UDF മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് UDF സ്ഥാനാർത്ഥിയെ എനിക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും LDFിന്റെ സ്ഥാനാർത്ഥിയെ വീട്ടിൽ വിളിച്ച് സ്വീകരണം കൊടുക്കുകയും ജയിച്ചു വന്നപ്പോൾ ആ സ്ഥാനാർത്ഥി എന്നെ പരാജയപ്പെടുത്തി ആ സ്ഥാനാർത്ഥി നേരെ ചെല്ലുന്നത് വിജയിച്ച സ്ഥാനാർത്ഥി ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അവിടെ പടക്കം പൊട്ടിക്കുകയും അവിടെ ഹാരമണിയിക്കുകയൊക്കെ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ കണ്ടു. കൊട്ടാരക്കരയിലെ ജനങ്ങളിൽ വലിയ അവമതിപ്പുണ്ടാക്കി. അപ്പോൾ അന്നു മുതൽ അദ്ദേഹത്തോടൊരു വൈരാഗ്യം, വേണമെങ്കിൽ പറയാം അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഒരു പതനം ആരംഭിച്ചു എന്നുള്ളത്. അതിനുശേഷം പുള്ളി UDFിൽ നിന്നുകൊണ്ട് LDFിനെ സഹായിക്കുന്ന ഒരു നിലപാട് അന്ന് ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള സ്വീകരിച്ചത് കൊട്ടാരക്കരയിലെ UDF വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ UDF അണികൾക്ക് അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. വലിയൊരു വികാരമാണ്. അതെ. അപ്പം തൊട്ട് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശ്രീമതി ഐഷ പോറ്റി LDF സ്ഥാനാർത്ഥിയായി മാറി. അതിനു മുമ്പ് ഐഷ പോറ്റിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വാനോളം പുകഴ്ത്തി. ഐഷ പോറ്റി ഐശ്വര്യമുള്ള പോറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വാനോളം പുകഴ്ത്തി ബാലകൃഷ്ണപിള്ള സംസാരിക്കുകയുണ്ടായി. മന്ത്രി വേദിയിലിരുത്തി. ആ ഐഷ പോറ്റിയാണ് തൊട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് നിയമസഭയിലേക്ക് ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായി സ്ഥാനാർത്ഥിയായി വന്നത്. അപ്പോൾ ഐഷ പോറ്റിയെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്നെ മാറ്റി പറയാൻ പറ്റുമോ? ഐഷ പോറ്റി കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി എന്നെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി നിലപാട് സ്വീകരിച്ച് LDF സ്ഥാനാർത്ഥിയെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുത്തു. ജയിച്ചപ്പോൾ വീട്ടിൽ പടക്കം പൊട്ടിച്ചപ്പോൾ അത് ഇവിടുത്തെ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും UDFിന്റെ സ്ഥാനാർത്ഥിയായി വരികയും LDF സ്ഥാനാർത്ഥിയായി ആരാണ് ഐഷ പോറ്റി വരികയും ചെയ്തപ്പോൾ അവരുടെ വിജയം എളുപ്പമായി. അതാണ് അതിന്റെ സത്യം. ചുരുക്കത്തില് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി അദ്ദേഹത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. സ്വാഭാവികമായി സംഭവിച്ചു. അവിടെയാണ് ഐഷ പോറ്റി ഉദയം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഐഷ പോറ്റിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഐഷ പോറ്റിക്ക് അനുകൂലമായൊരു കളം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അതായത് ആന്റി ബാലകൃഷ്ണ പിള്ള വേവ് ഇവിടെ ഈ കൊട്ടാരക്കരയിലെ 6 പഞ്ചായത്തുകളിലും ആ ഒരു വേവ് ഉണ്ടായിരുന്നു എന്നതാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് ശ്രീമതി ഐഷ പോറ്റിക്ക് ലഭിക്കുകയും അവർ MLA അറിയിച്ചത്. ആ MLA ആയതിനു ശേഷം അവർ മണ്ഡലത്തിൽ, കാരണം ബാലകൃഷ്ണപിള്ളയെയും അതുപോലെ തന്നെ ഐഷ പോറ്റിയും തമ്മിൽ താരതമ്യപ്പെടുത്തി ആളുകൾ വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ ഐഷ പോറ്റിയുടെ ഗ്രാഫ് വർദ്ധിച്ചു. അവരൊരു ജനകീയ MLA ആയി മാറി. അവരെ കാണാൻ ആർക്കും ചെല്ലാൻ പോയിരുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ, ബാലകൃഷ്ണ സാറിൻ്റെ സ്വഭാവം എന്താണ്? അദ്ദേഹത്തിന് എതിരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യമുള്ള ഏത് ആളുകളുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് വണ്ടി വിടത്തില്ല. ട്രാൻസ്പോർട്ട് മന്ത്രിയാണെങ്കിൽ ആ ഭാഗത്തോട്ട് വണ്ടി വിടത്തില്ല. അത് ഇലക്ട്രിസിറ്റി മന്ത്രി ആകുമ്പോൾ അങ്ങോട്ട് കറണ്ടില്ല. ഇതൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ഇവിടെ സർക്കാർ ഓഫീസാണെങ്കിൽ ഇവിടെ എന്താണ് അത് അവിടെ സാറിന് ഇഷ്ടമില്ലാത്ത യൂണിയൻകാരും ഇതര ആളുകളുണ്ടെങ്കിൽ അത് അവിടെ വേണ്ടെന്ന് വെക്കുക. ഇങ്ങനെയാണല്ലോ സാറിന്റെ ഒരു പ്രതികാര. അതാണല്ലോ അദ്ദേഹത്തിന്. അപ്പൊ അത് മാറി വന്നപ്പോൾ സ്വാഭാവികമായും അവര് സ്വീകാര്യതയുള്ള ആളായി മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബാലകൃഷ്ണപിള്ള സാറ് വീണ്ടും മത്സരിക്കാൻ വേണ്ടി വന്നു. നിയോജകമണ്ഡലത്തിന്റെ ഡീലിമിറ്റേഷൻ എല്ലാം മാറി. നെടുവത്തൂർ മണ്ഡലം ഇല്ലാതായി. കൊട്ടാരക്കരയിലെ UDFിന്റെ 2 പ്രധാനപ്പെട്ട പഞ്ചായത്ത് വെട്ടിക്കരവേലിലെ പത്തനാപുരത്തേക്ക് പോയി. പകരം LDFിന്റെ സ്വാധീനമുള്ള വെളിയം, കരിപ്ര ഇങ്ങോട്ട് വന്നു. അപ്പൊ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയമായ അടിത്തറയിൽ വ്യത്യാസമുണ്ടായി. UDF മണ്ഡലം എന്നുള്ളത് LDF മണ്ഡലമായി മാറി. അങ്ങനെ വന്ന് ശ്രീ ബാലകൃഷ്ണപിള്ള സാറ് വീണ്ടും മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ശിക്ഷിച്ച് ജയിലിൽ പോകേണ്ടി വന്നത്. അപ്പോഴാണ് അദ്ദേഹം നിർദ്ദേശിച്ച് ഡോക്ടർ NN മുരളി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നു. ഡോക്ടർ NN മുരളി പ്രമുഖനായ ഒരു ഡോക്ടറാണെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടെയും ജനങ്ങൾ ഐഷ പോറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനായ കോൺഗ്രസ് നേതാവായ സവിൻ സത്യൻ സ്ഥാനാർത്ഥിയായി കൈപ്പത്തിയിൽ വന്നു. അപ്പോഴും അവർക്ക് അവരുടെ സ്വീകാര്യത, MLA എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമായി മാറിയപ്പോൾ സവിൻ സത്യന് അവിടെ പിടിച്ചിരിക്കാൻ കഴിയില്ല. 42 വോട്ടിന് ജയിക്കുകയുണ്ടായി. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നിഷേധിച്ചത്. അങ്ങനെയാണ് ബാലഗോപാൽ വന്നത്. ബാലഗോപാൽ വന്ന് ജയിച്ചതിന് ശേഷം അവരെ അവഗണിക്കുകയും അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രാമുഖ്യം കൊടുത്തില്ല. അവർ നടപ്പാക്കിയ പദ്ധതികളുടെ
ഉദ്ഘാടനത്തിന് അവരെ ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല, അത് ആ വേദികളിൽ അവരുടെ ഒരു പേര് പോലും ഉച്ചരിക്കാൻ നിലവിലുള്ള MLA ആയ മന്ത്രിയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന CPM-ന്റെ ജനപ്രതിനിധികളോ തയ്യാറായില്ല. അവിടെ പറയുന്നത് പ്രതിപക്ഷത്തുള്ള MP ആയ ഞാനാണ്, ഐഷ പോറ്റിയാണ് ഇത് മുൻകൈ എടുത്തത്, ഈ പദ്ധതി നടപ്പാക്കാൻ മുൻകൈ എടുത്തത് എന്ന് ഞാൻ മാത്രമാണ് പറഞ്ഞത്. ഇവരാരും അത് മൂടി വയ്ക്കുക ചെയ്തത്. അങ്ങനെ അവർ വല്ലാതെ വീർപ്പ് മുട്ടി കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, മാഡം നിങ്ങൾ ഒരു ജനകീയ MLA ആയിരുന്നു, നിങ്ങൾക്ക് വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയും പൊതു സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും സജീവമാകണം. അത് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പാർട്ടിയിലേക്ക് കടന്നു വരാം എന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥന വയ്ക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആലോചിക്കട്ടെ, ഞാൻ ഒരു പാർട്ടി നിന്നതല്ലേ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റില്ല. ഞങ്ങൾ നിരന്തരം അവരുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ കൊട്ടാരക്കരയുടെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ കൊട്ടാരക്കരയിലെ ജനങ്ങളുടെ ഒരു മനസ്സ് ഞങ്ങൾ പഠിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഐഷ പോറ്റിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുപോകാം, ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങൾ ജയിപ്പിക്കാം എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളെല്ലാം KPC നേതൃത്വത്തെ അറിയിച്ചു. പ്രതിപക്ഷ നേതാവിനോടും KPC പ്രസിഡന്റിനോടും AICC ജനറൽ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞു, ഐഷ പോറ്റിയെ ആയിട്ട് നിങ്ങളും കൂടി സംസാരിക്കണം, ഞാൻ മാത്രം സംസാരിച്ചാൽ അവർ ശരി നോക്കാമെന്ന് പറയും. പക്ഷെ അവർ വല്ലാതെ വീർപ്പ് കൂട്ടി കഴിയുകയാണ്. അവരുടെ പാർട്ടി അവരോട് വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് അവരെ ഒരു മീറ്റിങ്ങിൽ പോലും ക്ഷണിക്കുന്നില്ല. അവർക്ക് അതിൽ വിഷമമുണ്ട്, വേദനയുണ്ട്, അവർക്ക് ഇനിയും പൊതുജനമധ്യത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേതാക്കന്മാർ സംസാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ നിലപാടിൽ മാറ്റം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയൊരു അസറ്റായിരിക്കും എന്ന് ഞാൻ നേതൃത്വത്തെ കൺവേ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും നിരന്തരമായി ശ്രീ ഐഷ പോറ്റിയെ ബന്ധപ്പെടുകയാണ് ചെയ്തത്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം.